വെങ്ങോല പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ജനജീവിതം ദുരിതത്തിൽ. പരിഹാരത്തിനായി നാട്ടുകാർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. UDFന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. MLA എൽദോസ് കുന്നപ്പിള്ളി അടക്കമുള്ളവർ സമരത്തിൽ പങ്കെടുത്തു. വാട്ടർ അതോറിറ്റിയും PWDയും തമ്മിലുള്ള തർക്കം അവസാനിക്കുന്നില്ല. അനന്തമായി നീളുന്ന ഈ തർക്കം മൂലം ദുരിതത്തിലായത് വെങ്ങോല പഞ്ചായത്തിലെ ജനങ്ങൾ. ഓണക്കാലമായിട്ടും കുടിവെള്ളം തേടി അലയേണ്ട ഗതികേടിലാണ് പഞ്ചായത്തിലെ മിക്ക വാർഡുകളിലും താമസിക്കുന്ന പാവപ്പെട്ടവർ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അനേകം പരാതികളും സമരങ്ങളും അരങ്ങേറിയിട്ടും അനങ്ങാപ്പാറ നയം തുടരുകയാണ് അധികാരികൾ. ഈ നിസ്സംഗതയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ചൊവ്വാഴ്ച UDFന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. എൽദോസ് കുന്നപ്പിള്ളി MLA, വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ശിഹാബ് പള്ളിക്കൽ, വാർഡ് മെമ്പർമാർ, ജനപ്രതിനിധികൾ, കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. 3 വർഷക്കാലമായി പരിഹാരമില്ലാതെ തുടരുന്ന പ്രശ്നമാണിതെന്ന് നാട്ടുകാർ പറയുന്നു. അരനൂറ്റാണ്ട് മുൻപ് സ്ഥാപിച്ച ജലവിതരണ കുഴലുകൾ പലയിടത്തും നാശോന്മുഖമാണ്. വെള്ളം തുറന്നുവിടുമ്പോൾ പ്രഷർ മൂലം ഈ പൈപ്പുകൾ പൊട്ടിയൊഴുകുന്നത് നിത്യസംഭവം. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് പോലും വെങ്ങോലയിൽ പലയിടത്തും കുടിവെള്ളമില്ല. ഇതിനൊരു പരിഹാരം തേടിയാണ് UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത്. വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നവുമായാണ് വീണ്ടും ഈ വാട്ടർ അതോറിറ്റി ഉപരോധിക്കേണ്ടത് വന്നത് എന്ന് ഖേദപൂർവ്വം അറിയിക്കുകയാണ്. കാരണം ഖേദപൂർവം എന്ന് പറഞ്ഞത് ഏകദേശം ഈ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നിട്ട് ഒരു 20 തവണയെങ്കിലും ഈ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഈ പലവട്ടങ്ങളിൽ 2 പാർട്ടിക്കാരുമായി, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ CPMന്റെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുമായി ഒന്നിച്ചു വന്ന് സമരം നടത്തേണ്ടി വന്നിട്ടുണ്ട്. അത്ര ഗൗരവമുള്ള കാര്യം കൊണ്ടാണ് രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്ന് അവരും ഞങ്ങളും എല്ലാം സഹകരിച്ച് വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവിടെ സമരം നടത്തി. വീണ്ടും 3 മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ സമരത്തിൽ ഉണ്ടായ ചർച്ചയുടെ ഫലമായി സമയബന്ധിതമായി പെട്ടെന്ന് ഈ ഒരു വാട്ടർ അതോറിറ്റി അടക്കാനുള്ള PWDയിലേക്ക് അടക്കാനുള്ള ഫണ്ട് അടച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തിയാക്കി വെങ്ങോലിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താം എന്ന ഉറപ്പിലാണെന്ന് ആ സമരം അവസാനിപ്പിച്ചത്. പക്ഷേ നാളിതുവരെയായിട്ടും ഒരു രീതിയിലുള്ള ഒരു നടപടിയും ഈ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തത് കൊണ്ട് വീണ്ടും ഈ അത്തം ഒന്നായിട്ടും നമ്മുടെ പഞ്ചായത്തിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമാവുകയും പ്രശ്നം രൂക്ഷമാവുകയും കുടിവെള്ളമില്ലാതെ ആളുകൾ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിവർത്തിക്കാൻ കഴിയാതെ ആളുകൾ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് വീണ്ടും വാട്ടർ അതോറിറ്റിയിലേക്ക് ഇത്തരത്തിലൊരു സമരവുമായി ഞങ്ങൾക്ക് വരേണ്ടി വന്നത്. എന്തായാലും ഇന്ന് ഈ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചപ്പോൾ MLA ഉൾപ്പെടെയുള്ള മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെല്ലാം ഇവിടെ എത്തുകയും UDFന്റെ മുഴുവൻ പ്രവർത്തകർ എത്തുകയും ഈ സമരം ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി നടത്തിയ ചർച്ചയിൽ നാളെ MLAയുടെ നേതൃത്വത്തിൽ PWD, വാട്ടർ അതോറിറ്റി, ജലജീവൻ മിഷൻ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥന്മാരെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടി സംഘടനാ നേതാക്കന്മാരെയും എല്ലാവരെയും വെച്ച് ഒരു സർവകക്ഷി യോഗം നാളെ വെങ്ങോല ഗ്രാമപഞ്ചായത്തിൽ വെച്ച് വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം എന്ന് നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം ഇന്ന് അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും കുടിവെള്ളക്ഷാമം രൂക്ഷമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി കുടിവെള്ളം എത്തിയില്ലെങ്കിൽ സമരവുമായി തന്നെ മുന്നോട്ട് പോകും.
ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരും. വിശദീകരണം തേടിയ ജനപ്രതികളും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായും വാഗ്വാദമുണ്ടായി. വാട്ടർ അതോറിറ്റിയും PWDയും പരസ്പരം പഴിചാരി പ്രശ്നം പരിഹാരമില്ലാതെ നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. 3 മാസങ്ങൾക്ക് മുമ്പ് ഇതേ വിഷയത്തിൽ PWD ഓഫീസിൽ വാട്ടർ അതോറിറ്റി AEയെ വിളിച്ചുവരുത്തി പരിഹാരം നിർദ്ദേശിച്ചതാണ്. എന്നാൽ നടപടികളൊന്നും ഉണ്ടായില്ല. റോഡ് വെട്ടിപ്പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് 1,85,00,000 രൂപയോളം അടച്ചാൽ മാത്രമാണ് വർക്ക് തുടങ്ങാനാകൂ എന്ന നിലപാടിലാണ് അധികൃതർ. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് രണ്ടാഴ്ചയായി മിനിഞ്ഞാന്ന് വിളിക്കുമ്പോഴായി ഇന്നലെ വിടാൻ നോക്കി. ഇന്നലെ വിളിക്കുമ്പോൾ കാര്യം ചെയ്യാവുന്നത് നിങ്ങൾ ജലജീവന്റെ ആ ഫണ്ട് ഇവർക്ക് അടക്കാവുന്ന അടയ്ക്കുക. എന്തെങ്കിലും നല്ല വാക്ക് പറഞ്ഞു പൊതുരംഗവും രാജ്യവും ഭരണവും ഒക്കെ ചെറുപ്പം മുതലൊക്കെ കണ്ട് മനസ്സിലാക്കി ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ കണ്ട് അവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്ത് അതിന്റെ എഫക്റ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരല്ല. വെറുതെ ഇന്നലെ ഒരു കൂട് പോലെ പൊളിച്ച് പൊതുപ്രവർത്തകരായി ജനപ്രതിനിധികളായി വന്നിട്ടുള്ള ഒരാളല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എടുക്കുക, നിങ്ങൾ നെറ്റിലടിക്കുക, എത്ര ഫണ്ട് കൊടുക്കുന്നുണ്ട്, ആർക്ക് കൊടുക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഈ സ്ഥലത്ത് ഈ പ്രശ്നത്തിന് എന്ന് പരിഹാരം കാണാനുള്ളതൊക്കെ നമുക്ക് നല്ല നോളജ് ഉണ്ട്, നമുക്ക് പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും കിട്ടി, നിങ്ങൾ അതിന്റെ പ്രിവിലേജ് ഈ സാധാരണക്കാരൻ ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴും ഈ ടാക്സ് അടിച്ചിട്ട് പ്രിവിലേജ് അനുഭവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ മാന്യമായ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവകാശമായ അവന്റെ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ആ അവകാശത്തിന് വേണ്ടിയിട്ട് വരുമ്പോൾ നിങ്ങൾ വളരെ കൂളായിട്ട് ഡിപ്പാർട്ട്മെന്റ് പോലുള്ള ഇഷ്യൂസ് പറഞ്ഞ് ചെറിയ നോംസ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് അങ്ങനെ നീട്ടിപ്പോയാൽ ഇപ്പൊ പറ്റില്ലേ? കഴിഞ്ഞ വർഷം എത്ര ദിവസം വെള്ളം മുഴുകിയത്? 85 പ്രാവശ്യം അവിടെ വെള്ളം മുഴുകിയത്. എന്നാൽ 2 വകുപ്പുകൾ തമ്മിലുള്ള ശീതസമരമാണ് പ്രശ്നം സങ്കീർണമാക്കുന്നതെന്ന ആക്ഷേപമാണ് ജനങ്ങൾക്കുള്ളത്. ഇതിനിടയിൽ വാട്ടർ അതോറിറ്റി അടയ്ക്കാനുള്ള തുക ഉടൻ അടയ്ക്കാമെന്ന സമ്മതമുണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് വെങ്ങോല കമ്മ്യൂണിറ്റി ഹാളിൽ MP, MLA, വാർഡംഗങ്ങൾ, വാട്ടർ അതോറിറ്റി, PWD ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടെയുള്ളവർ ചേർന്നൊരു പ്രത്യേക യോഗം ചേരാൻ തീരുമാനമായി. കുടിവെള്ളക്ഷാമം ശാശ്വതമായി പരിഹരിക്കാൻ യോഗത്തെ തുടർന്ന് സാധിക്കുമെന്നാണ് അധികാരികളുടെ പ്രതീക്ഷ. ഓണത്തിന് മുൻപായി ജലവിതരണം സുഗമമാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചതായി നേതാക്കൾ അറിയിച്ചു. എത്തില്ല, വെള്ളമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനു പൈപ്പ് വലിച്ചു? എന്തിനാണ് നിങ്ങൾ വീട്ടിലേക്ക് കാശ് കൊടുത്തത്? ഇപ്പോഴും ഈ പ്രശ്നത്തിന് പരിഹാരത്തിന് അവർ ശ്രമിക്കുന്നില്ല. അത് പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. മേളത്തിന്റെ തീരുമാനം എടുക്കാൻ കഴിയില്ല. നിങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് നടത്താൻ പറഞ്ഞു. അവരവിടെയാണ്, ഇവിടെയാണ്. നമുക്ക് വേറെ ദിവസം വിളിച്ചോ? ഒരു ദിവസം വിളിച്ചോ? എവിടെ വിളിച്ചു? ജനപ്രതിനിധികളെല്ലാം കൂടി വന്ന് നിങ്ങളുടെ അടുത്ത് സഹായിക്കാൻ പറഞ്ഞല്ലേ? അല്ല, ഹെഡ് ഓഫീസിൽ ഫണ്ട് റിക്വസ്റ്റ് ഇത് ബംഗാളിയുടെ പ്രയോറിറ്റി ലിസ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ച് കുറെ നാളായല്ലോ കൊടുക്കും. മേഡം ഫണ്ട് ഇടാൻ പറ്റാത്ത നിങ്ങൾ പൈപ്പ് എന്തിനാ ഈ പൈപ്പ് കെട്ടിയാനുള്ള പൈസയല്ലേ ആദ്യം തന്നെ PWD നടത്തുന്നത്. ഈ ടാറിങ് നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു? നിങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ PWD അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു? ഈ റോഡ് പണിയുന്നതിന് മുമ്പ് നിങ്ങൾ പൈപ്പ് ഇടാൻ പറഞ്ഞില്ലേ? നിങ്ങൾ ഇട്ടോ? ഇല്ല. റോഡ് പണി കഴിഞ്ഞപ്പോൾ മറുപടി പറഞ്ഞിട്ടെ, ഈ പൈപ്പ് ഇടാൻ പറഞ്ഞത് ഈ മെമ്പർ സാക്ഷിയാണ്. ഈ മെമ്പർ കളക്ടറുടെ ചേംബറിൽ ഒരു മീറ്റിംഗ് നടന്നായിരുന്നു. ഈ റോഡ് വർക്ക് നടക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പൈപ്പ് ഇടണം പറഞ്ഞു. ആ മീറ്റിംഗിൽ MLA ഓൺലൈൻ വന്നായിരുന്നു. അപ്പൊ അന്ന് എല്ലാവരും അവർക്ക് റോഡ് വർക്കാണ് പ്രധാനം എന്നാണ് പറഞ്ഞത്. കളക്ടറുടെ ഡിസ്ട്രിക്ട് കളക്ടറുടെ എല്ലാ കണ്ടീഷൻസും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.